ശ്രീ അൽ ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദൻ, അമേരിക്കയുടെ നിലവിലെ പാക് ആർമിയുടെ തലവൻ അസീം മുനീർ, രണ്ടുപേരും ഏതാണ്ട് ഒരേപോലെയാണെന്ന തരത്തിൽ ചില വിമർശനങ്ങൾ വരുന്നു. ഒരാൾ ഗുഹയിൽ കഴിയുന്നയാൾ, മറ്റേയാൾ കൊട്ടാരത്തിൽ കഴിയുന്നയാൾ. പക്ഷേ രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെയാണ്. ഇത് പറയുന്നത് അമേരിക്കയുടെ തന്നെ മുൻ ചാരസംഘടനയുടെയൊക്കെ തലപ്പത്തുണ്ടായിരുന്ന മൈക്കൽ റൂബിനാണെന്ന് തോന്നുന്നു. സാർ അത് ശ്രദ്ധിച്ചിരുന്നത്? ആ വാർത്ത പെൻറ്റഗണിൻ്റെ ഒരു ചീഫ് ഓഫീസേഴ്സിൽ ഒരാളായിരുന്നു. അമേരിക്കയുടെ ചാരവൃന്ദങ്ങളെയൊക്കെ കുറേ കാലം നിയന്ത്രിച്ചിരുന്ന ഒരു മാന്യനാണ് അദ്ദേഹം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ ഇസ്ലാമിക് ഇൻസർജൻസി, ഇസ്ലാമിക് ടെററിസം, ടെറർ ആക്ടിവിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവപൂർവ്വം ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മൈക്കൽ റൂബിൻ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒസാമ ബിൻ ലാദനും ആസിഫ് മുനീറും ഇപ്പോൾ പാകിസ്ഥാൻ്റെ മിലിറ്ററി ചീഫാണ്. ഒസാമ ബിൻ ലാദൻ ലോകത്തിലെ ടെററിസ്റ്റുകളുടെ ചീഫായിരുന്നു. അതെ. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ മനോഘടനയാണ്. രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഏക വ്യത്യാസം, ഒസാമ താമസിച്ചിരുന്നത് ഒരു ഗുഹയ്ക്കകത്താണെങ്കിൽ ഇയാൾ ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നു എന്നാണ്. ഇതിൻ്റെ ഒരു 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 ഇംപ്ലിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ ശത്രുവായിരുന്നു ഒസാമ ബിൻ ലാദൻ, ലോകത്തിൻ്റെ ശത്രുവായിരുന്നു. കാരണം ഒരു ടെററിസത്തിന്, ടെറർ ആക്ടിവിറ്റീസിന് മതത്തിൻ്റെ പിന്തുണ ഉണ്ടാക്കി കൊടുക്കുകയും അതിന് മതപരമായ ഒരു ആചാര അനുഷ്ഠാന തലം സൃഷ്ടിച്ചിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഒസാമ ബിൻ ലാദൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ അമേരിക്ക പിൻ പോയിൻ്റ് ചെയ്ത് സർജിക്കൽ സ്ട്രൈക്കിലൂടെ കൊന്നു. അമേരിക്ക പോവുകയും ചെയ്ത്. ആ ഡെഡ് ബോഡി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ടൊരു വിവരമില്ല. ആകെ അറിയാവുന്നൊരു വിവരം അതെന്തോ ചാരമാക്കിയിട്ട് അറബിക്കടലിൽ കളഞ്ഞു എന്നുള്ളതാണ്. പെട്ടിയിലല്ല അത് പോകും, അറബിക്കടലിൽ അതിനെ ബേൺ ചെയ്ത്, പിന്നീട് സ്മാരകങ്ങളൊന്നും ഉണ്ടാകരുത്, അല്ല, ബേൺ ചെയ്തിട്ട് അതിൻ്റെ എല്ലടക്കം കത്തിച്ചിട്ട്, കാർബൺ ഇതിട്ടിട്ടാണ് കത്തിച്ചത്. അതിലെല്ലടക്കം കത്തിച്ച് ദ്രവിപ്പിച്ചതിന് ശേഷം ആ ചാരം കടലിൽ കളഞ്ഞു എന്നാണ് പറയണത്. എന്തു ആയിക്കോട്ടെ, ഇവിടെ നമുക്ക് അസീഫ് മുനീറാണ്. അസീഫ് മുനീറും ഇതുപോലെ തന്നെ ഇസ്ലാമിക മത തീവ്രവാദത്താൽ പ്രചോദിതനായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇസ്ലാമിക മത തീവ്രവാദത്താൽ പ്രചോദിതനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പാകിസ്ഥാൻ്റെ സൈനിക തലവൻ എന്നുള്ളത് ലോകത്തിന് തന്നെ അപായകരമായൊരു കാര്യമാണ്. ഇന്ത്യക്ക് മാത്രമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ലളിതമായ കുറേ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ സിദ്ധാന്തങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയെ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിന് മുഴുവൻ പേടിയോടെ അല്ലാതെ അയാൾ കാണാനും ഓർക്കാനും കഴിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത തീവ്രവാദത്താൽ പ്രചോദിതനാകുന്ന ഏതൊരാളും അയാൾ സ്വാംശീകരിക്കുന്ന കുറേ സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം മതം വിഭാവനം ചെയ്തിരിക്കുന്ന ദൈവസങ്കല്പത്തിൽ നിന്നും വിയോജിക്കുന്ന എല്ലാവരും കാഫിറുകളാണെന്നാണ് പറയണത്. കാഫിർ എന്ന് പറഞ്ഞാൽ ദൈവനിന്ദകൻ എന്നാണ് അർത്ഥം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാർ ദൈവനിന്ദകരാണ്. കാരണം ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചിട്ട് അല്ലാഹുവിന് രൂപമില്ല, ഭാവമില്ല, ശബ്ദമില്ല, രസമില്ല, ഒന്നുമില്ല. ആർക്കും ഇന്ന് വരെ കാണാനും കേൾക്കാനും അറിയാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രൂപമില്ലാത്ത, ശബ്ദമില്ലാത്ത, ഭാവമില്ലാത്ത ഒരാളെ രൂപഭാവങ്ങളോടുകൂടി സങ്കല്പിക്കുന്നത് ദൈവവിരുദ്ധമാണ്. ഒന്ന്. അപ്പോൾ ഇത് ആകൃതിയില്ലാത്ത, രൂപമില്ലാത്ത, രൂപരഹിതനായ ദൈവത്തെ സരൂപിയായി സങ്കല്പിക്കുന്ന മതങ്ങൾ മുഴുവനും ഇസ്ലാമിക വിരുദ്ധമാണ്. അത് വിശ്വസിക്കുന്നവർ കാഫിറുകളുമാണ്. കാഫിറുകൾക്കൊരു ചെറിയ ശിക്ഷയുണ്ട്, വധശിക്ഷയാണ്. ദൈവനിന്ദകരാണ്, ദൈവനിന്ദകരെ കൊല്ലണം. അതാണ് അവരുടെ ഒരു സിദ്ധാന്തം. അത് തെറ്റോ ശരിയോ അതിനെക്കുറിച്ചല്ല പറയണം, അങ്ങനെയാണ് അവരുടെ സിദ്ധാന്തം വരുന്നത്. രണ്ടാമത്,
ബഹുദൈവ വിശ്വാസികൾ ഇതിനേക്കാൾ അപകടകാരികളാണ്. കാരണം ദൈവം ഏകന ഒറ്റ ദൈവമുള്ളെന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അപ്പോഴാണ് പല ദൈവങ്ങൾ വരുന്നത്. ഈ പല ദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ബിംബാരാധകരുമായിട്ടുള്ള മനുഷ്യർ ഇസ്ലാമിൻ്റെ മതവിരുദ്ധരായതുകൊണ്ട് അവരെ കൊല്ലുന്നതിന് എല്ലാ ഇസ്ലാം മതാനുയായികൾക്കും അർഹതയുണ്ട് എന്ന വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പരമാധികാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെ കൊല്ലുന്നവർക്ക് ദൈവം പാരിതോഷികം കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അതാണ് ഒസാമ ബിൻ ലാദൻ പ്രചരിപ്പിച്ചത്. ആ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട്, അതിൽ പ്രചോദിതനായിട്ടാണ് ഒസാമ ബിൻ ലാദൻ ലോകത്തുള്ള എല്ലാവരെയും ശത്രുക്കളായി കരുതി അവരെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള സിദ്ധാന്തമെടുത്തതും അമേരിക്കയെ ഒന്നാം നമ്പർ ശത്രുവായി കരുതിയതുമൊക്കെ ഇതിൻ്റെ ഫലമായിട്ടാണ്. ഇനി ഇതേ മനോഭാവമാണ് അസിഫ് മുനീറിനും എന്ന് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇന്ത്യയെ മാത്രമല്ല ലോകത്തിലുള്ള ഇസ്ലാം ഇതര മതസ്ഥര മുഴുവനും, ക്രിസ്തുമതത്തിന് പ്രശ്നമുണ്ട്. ക്രിസ്തുമതത്തിന് അവർ ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസപ്രകാരം യേശുദേവൻ പ്രവാചകനായിരുന്നു, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അമ്മയെയും അച്ഛനെയും ബാക്കി വിശുദ്ധരെയും ദൈവതുല്യരായി ആരാധിക്കുന്നത് ദൈവനിന്ദയാണ്. യേശുദേവനെ ആരാധിക്കാൻ പാടില്ല. കാരണം മുഹമ്മദിനെ ആരും ആരാധിക്കുന്നില്ല. മുഹമ്മദിനെ ആരും ആരാധിക്കാത്തത് കാരണം മുഹമ്മദിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മുഹമ്മദിനും കൂടി കൊടുക്കേണ്ടി വരും. അത് ദൈവനിന്ദയായിട്ട് മാറും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോയിട്ട് സംസാരിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുമ്പോൾ കൈയടിക്കില്ല. ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയില്ല. മുസ്ലിം ലീഗിൻ്റെയും ഇസ്ലാം മതവിശ്വാസികളുടെയും ഒക്കെ യോഗത്തിൽ പോയി നമ്മൾ സ്വാഗതം ചെയ്യുമല്ല. ഇത് വന്നിരിക്കുന്നു, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വന്നിരിക്കുന്നു, സിനിജു വന്നിരിക്കുന്നു, സുനിൽ വടയാർ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും കൈയടിക്കൂലേ? കൈയടിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടല്ലേ? ആ, എന്താ കാര്യം എന്നറിയാമോ? ലോകത്തിലുള്ള എല്ലാ പ്രശംസയും അല്ലാഹുവിനുള്ളതാണ്, മനുഷ്യർക്കുള്ളതല്ല. അല്ലാഹുവിനുള്ള പ്രശംസ അതിൽ നിന്ന് മാറി മനുഷ്യരിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. അവരെ കൊല്ലേണ്ടി വരും. അപ്പോൾ ഈ സിദ്ധാന്തമാണ് ഇവർ രണ്ടുപേരും പിന്തുടരുന്നതെന്നാണ് പെൻറ്റഗൺ ചീഫായ മൈക്കേൽ റൂബിൻ പറയുന്നത്. സാർ, ഈ അസീം മുനീർ എന്ന് പറയുന്ന ആളുടെ പിതാവ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, ഒപ്പം തന്നെ അയാളൊരു പള്ളിയിലെ ഇമാമുമായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ഈ മത കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ് ഇയാളിലേക്ക്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാൾ ആർമിയുടെ തലപ്പത്തെത്തുമ്പോഴും ഇയാൾ ഈ ഖുറാനിലെ സൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഈ സൈനികരെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഖുറാൻ മുഴുവൻ കാണാതെ പഠിച്ച ഒരാൾ പാകിസ്ഥാൻ്റെ സൈനിക തലപ്പത്തെത്തുന്നത് ഇത് ആദ്യമാണ്. അതാണ് അയാളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം മതവും സൈന്യവുമാണ് പാകിസ്ഥാനിലെല്ലാം. അങ്ങനെയുള്ള ഒരാൾ തലപ്പത്തേക്ക് വരുമ്പോൾ ഈ മതകാര്യങ്ങളിലല്ലേ കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അല്ല, അതിൽ തെറ്റില്ല. എന്താ കാര്യമെന്ന് അറിയാമോ? ഈ ഖുറാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ഓഫ് വാർ. യുദ്ധത്തിൻ്റെ ഒരു ടെക്സ്റ്റ് കൂടിയാണത്. യുദ്ധം എങ്ങനെ, എവിടെ, എങ്ങനെ, ആരുടെയൊക്കെ നേതൃത്വത്തിൽ എങ്ങനെ നടത്തണം, അതിൽ എന്തൊക്കെ ചതിപ്രയോഗം നടത്തണം, എന്തൊക്കെ ഒളിയുദ്ധങ്ങൾ നടത്തണം എന്നുള്ളതിൻ്റെ ടെക്സ്റ്റ് കൂടിയാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്തെ സൈനികനാകാൻ ശ്രമിക്കുന്ന ഒരാൾ ആ ടെക്സ്റ്റ് പഠിച്ചതിലൊരു തെറ്റുമില്ല. അത് കാണാപ്പാടം പഠിക്കാൻ വലിയ അല്ല, കാണാപ്പാടമാണ് എല്ലാ മുസ്ലിങ്ങളും പഠിക്കുന്നത്. ഇയാൾക്ക് കുറച്ചുകൂടി ബുദ്ധിയും ഓർമ്മശക്തി ഉണ്ടോ എന്ന് അയാൾ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പഠിച്ചു വന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ബിംബാരാധകരും ബഹുദൈവ വിശ്വാസികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, അല്ലാഹുവിൻ്റെ ശത്രുക്കളാണ്. അല്ലാഹുവിൻ്റെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളായിട്ടുള്ളവരെ മുഴുവൻ വകവരുത്തുക തന്നെ വേണം. ആ സിദ്ധാന്തമാണ്. അത് അങ്ങേര് കൊണ്ടുവന്നതല്ല, ഇസ്ലാമിലുള്ളത് ഖുറാനിലുള്ള സിദ്ധാന്തമാണ് അയാൾ പ്രയോഗിക്കുന്നത്. ഈ ആസിഫ് മുനീർ എന്ന് പറഞ്ഞ കക്ഷി. അയാൾക്ക് ഇതൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളർത്തിയെടുക്കുന്നത് ഒരു ഇസ്ലാമിക സൈന്യത്തെയാണ്, പാകിസ്ഥാൻ സൈന്യത്തെയല്ല. അതിലെ ഇസ്ലാമിക സൈന്യത്തെയാണ്. ആ ഇസ്ലാമിക സൈന്യത്തിന് പ്രചോദനം കൊടുക്കുന്നത് ഖുറാൻ വാക്കുകളാണ്. ആ ഇസ്ലാമിക സൈന്യം അവലംബിക്കുന്നത് ഖുറാനിലെ യുദ്ധതന്ത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കൂ. അപ്പോൾ അദ്ദേഹമാണിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിന് തന്നെ വലിയ അപകടം പിടിച്ച ഒന്നാണ്. അതുകൊണ്ടാണ്
ഈ ഇസ്ലാമിക യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒളിവിൽ പോക്ക്. അല്ല, ഒളിവിൽ പോയി യുദ്ധം തുടങ്ങിയപ്പോൾ ഒളിസങ്കേതത്തിൽ ഇരുന്നുകൊണ്ടാണ് പുള്ളി യുദ്ധം നയിച്ചത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയണത്, ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിലുണ്ട്. അദ്ദേഹം യുദ്ധം നയിച്ചത് ഒളിവിലിരുന്നു കൊണ്ടാണ്. ബാക്കി ഒരു രാജ്യത്തും അതിൻ്റെ ജനറൽ ഒളിവിൽ പോവില്ല. അതിൻ്റെ ജനറൽ എല്ലാ ദിവസവും സൈന്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ ഒളിവിലിരുന്നു കൊണ്ടാണ്. ആ ഒളിവിലിരുന്നു കൊണ്ട് വേണം ഇത് നടത്താനെന്ന് ഖുറാനിലുണ്ടേ. അപ്പോൾ ഖുറാൻ പറയുന്ന സൂക്തങ്ങൾക്ക് അനുസരിച്ചൊരു സൈന്യത്തെ ഉണ്ടാക്കി ആ സൈന്യത്തെ രാജ്യത്തിൻ്റെ സൈന്യമാക്കി മാറ്റിയെടുത്ത മഹാനാണ് ആസിഫ് മുനീർ. ഇത് തന്നെയാണ് ബിൻ ലാദൻ ചെയ്തത്. അപ്പോൾ ബിൻ ലാദൻ്റെ വേറൊരു രൂപമാണ് അസീം മുനീർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ വേറൊരു രൂപം, രണ്ട് പേരിൽ അറിയപ്പെടുന്ന ഒരേ വ്യക്തികളാണ്. ഒരാളെ നമ്മൾ ബിൻ ലാദൻ എന്ന് പറയുന്നു, ഒരാൾ ആസിഫ് മുനീർ എന്നും പറയുന്നു. ബിൻ ലാദൻ എപ്രകാരമാണോ ലോകത്തിന് മാരകമായിരുന്നത്, അതുപോലെ തന്നെ ആസിഫ് മുനീറും ലോകത്തിന് മാരകമാണ്. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയത്തില്ല. അയാൾ ഉണ്ടെങ്കിൽ ഇനി അപകടകാരിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.